നമ്മളെ വീഡിയോനെ പറ്റിയൊരു കംപ്ലൈൻ്റ് ഉള്ളതാണ്. പറയണതല്ല കാണിക്കണത്, കാണിക്കണതല്ല പറയണതെന്ന്. എന്നാൽ പിന്നെ അതൊന്നും കൂടി നമ്മൾ അന്വർത്ഥമാക്കാം. കാണുന്നത് നമ്മളെ ഇന്തോനേഷ്യയിലെ കാഴ്ചകൾ, പക്ഷെ കേൾക്കുന്നത് നമ്മളെ കേരളത്തിലെ കാഴ്ചകൾ. ടീച്ചർ പറഞ്ഞില്ലേ, അറേബ്യയിലേതുപോലെ തന്നെയുള്ള നിയമം നമ്മുടെ നാട്ടിലും വരണമെന്ന്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന് തുടങ്ങിയ ശിക്ഷാവിധികൾ വരണമെന്ന്. ഒരു ഇസ്ലാമിക പണ്ഡിതനാണിത് പറഞ്ഞതെങ്കിൽ പ്രാകൃതം. ടീച്ചർ പറഞ്ഞതിനോട് കയ്യടിക്കുന്ന കൂട്ടത്തിൽ ഞാനുമുണ്ട്. കയ്യടി നേടാൻ പറ്റുന്ന വിഷയങ്ങൾ പറയാൻ പലരുമുണ്ട്, നടപ്പിലായി കിട്ടാനാണ് പ്രയാസം. മതപണ്ഡിതൻ പറഞ്ഞാലല്ലേ പഴഞ്ചനാവുകയുള്ളൂ. വേറെ ചിലരും ഇതൊക്കെ പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. നിർത്താതെ കയ്യടിക്കാൻ തോന്നുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഞാനും ഈ വിഷയത്തിൽ ഇവരോടൊപ്പമാണ്. ഈ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു മാമാങ്കമാണ് അല്ലേ, വലിയൊരു ബിസിനസ്സാണ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഒത്തിരി ആളുകളുടെ ഉപജീവനം പോകുന്നൊരവസ്ഥയാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. നമ്മൾ പെൺകുട്ടികൾ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചമാണ് കല്യാണം എന്ന് പറഞ്ഞ്. ജീവിതത്തിൽ ഒരിക്കലേ നടക്കത്തുള്ളൂ, അത് കമനീയമാകണം, മനോഹരമാകണം, ആർഭാടമാകണം, ആഡംബരമാകണം, എല്ലാവരും കൺചുള്ളിച്ച്. ഇതാരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും അങ്ങനെയാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് വരെ ഒറ്റ ദിവസം ഉണ്ടായിരുന്ന ഒരു കല്യാണം ഇന്നിപ്പോൾ എത്ര ചടങ്ങോടെയാണ് നടക്കണേ? ഇതെവിടുന്ന് വന്നതാ ഇതൊക്കെ? ഇതെവിടുന്ന് വന്നതാണ്? ഈ മെഹന്തി കല്യാണം എവിടുന്ന് വന്നു? സേവ് ദ ഡേറ്റ് എവിടുന്ന് വന്നു? ഈ തലേദിവസത്തെ മെഹഫിൽ എവിടെ നിന്ന് വന്നു? ഇതിനൊക്കെ ഒരു കൾച്ചറൽ റൂട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബ്രോഷറിൽ കൾച്ചറൽ ട്രാൻസ്മിറ്റേഷനെ പറ്റി ഒരു വാചകം ഉണ്ടായിരുന്നു. അതിവിടെ പരാമർശം വരാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതെവിടെ നിന്നാണ് വന്നത്? നിങ്ങൾ അറിയാതെ ഇതൊക്കെ പണ്ട് നൂറ്റാണ്ട് മുതൽ ഇവിടെ നടന്ന സംഭവമാണെന്നുള്ള തരത്തിലാണ് ആഘോഷിക്കുന്നത്. ഇത് കേവലം 4-5 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇതൊക്കെ മറ്റ് ആളുകളുടേതാണ്. ഹിന്ദിയിൽ നടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ, UP-യിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഗുജറാത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി സമ്മിശ്രമാക്കി ഒരു അവിയലാക്കി ഒരു കച്ചവട പാക്കേജ് ആക്കി. മനസ്സിലായില്ലേ? ഇപ്പൊ അച്ഛനും അമ്മയും, നിങ്ങൾ പറഞ്ഞോ തന്തവൈബും തള്ളവൈബും പറഞ്ഞില്ലേ മോള്, ആ അച്ഛനും അമ്മയും തന്നെയാണ് സേവ് ദ ഡേറ്റിന് നിങ്ങളെ വിടുന്നത്, ഇല്ലേ? am I right? അല്ലേ? എവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ? എന്താണ് ഈ കോൺട്രഡിക്ഷന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്? മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ആ കല്യാണം തീരുമാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വഴിയിൽ ഒരു പയ്യനോട് സംസാരിച്ചു, ബസ്സിൽ ഒരു ചെറുക്കനെ മറ്റേ സുബ്രഹ്മണ്യം സിനിമയിലെ പോലെ ഒന്ന് കണ്ണുകൊണ്ട്, 70s പ്രേമത്തിലൊന്ന് കണ്ണുകൊണ്ട് നോട്ടമിട്ടാൽ പോലും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലെത്തി താക്കീതും പിന്നെ ഫോൺ പിടിച്ചു വയ്ക്കലും 2 ദിവസത്തെ കത്താഴം ഉണ്ണായ്മ ഒക്കെ ഉള്ള വീടുകൾ ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് അങ്ങ് കയറൂരി അഴിച്ചങ്ങ് വിടുവാണല്ലോ. എന്താ ഇത്? എന്താ മോളെ? അതെന്തുകൊണ്ടാ? യെസ്, എല്ലാ നാട്ടുകാരും ചെയ്യുന്നു, എല്ലാ പശുക്കളും അപ്പിയിടുന്നു. നമ്മുടെ പശു അപ്പിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ? ഡോക്ടറെ വിളിക്കണ്ടേ? പക്ഷെ എല്ലാ പശുക്കളും പാല് തരുന്നു, നമ്മുടെ പശു പാല് തന്നില്ലല്ലോ. അറിയാം, പാലിന്റെ കറവ് കഴിഞ്ഞു, 10 മാസമായി, അല്ലെങ്കിൽ ഇത് വയസ്സായി. അവിടെയാണ് ലോജിക്ക്. മറ്റേതിന് ലോജിക്കില്ല അല്ലേ? എത്ര പാവപ്പെട്ട വീട്ടിലെ അച്ഛനമ്മമാരാണ് ഈ സേവ് ദ ഡേറ്റ് നടത്താനും മൈലാഞ്ചി കല്യാണം നടത്താനും ഈ പറഞ്ഞ പോലെ തലേദിവസം മെഹഫിൽ നടത്താനും. പിന്നെ അതിനേക്കാൾ ഭീകരമായി ഞാൻ ഞെട്ടിയിട്ടുള്ള കാര്യം, തിരുവനന്തപുരം പോത്തീസ്, RMBs, മറ്റേത് മറിച്ചത്, പിന്നെ ഇവിടൊക്കെ വിട്ടിട്ടങ്ങ് തമിഴ്നാടും കർണാടകയും എന്ന് വേണ്ട എവിടേക്കൊക്കെയാണ് ഫാമിലി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊന്നല്ല, ഈ എന്നോട് പിണങ്ങരുത്, ഈ ഓൾ സയൻസ് കോളേജിലെ പെൺമക്കളോടല്ല, കേരളത്തിലുള്ള മുഴുവൻ പെൺകുട്ടികളോടും ചോദിക്കാൻ നാണമില്ലേ നിനക്കൊക്കെ? നാണമില്ലേ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നിങ്ങളുടെ ഈ മൗനവും, ഈ പറഞ്ഞ കട്പുത്തലി പോലെ, ഇന്ത്യയിൽ പറയുന്നതാണ് മാനുക്കീൻ പോലെ കെട്ടി അലങ്കരിക്കാൻ നിന്നുകൊടുക്കുന്ന, ടൂളായി വിട്ടുകൊടുക്കുന്ന നിങ്ങളുടെ ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരം ഫ്രീസാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം, അത് മറ്റേ രാംജി റാവു സ്പീക്കിംഗിലെ സിനിമയിൽ പറഞ്ഞല്ലേ, ആ പ്രവർത്തനം ആദ്യം അവസാനിപ്പിക്കും. ഇനി അതല്ല, കുറച്ചു പേർക്ക് ഇതങ്ങ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ പോയി പണിയെടുത്ത് സ്വന്തമായി പണം ഉണ്ടാക്കി പോയി നടത്തൂ. എന്താ റൈറ്റ് അല്ലേ? ഈ സേവ് ദ ഡേറ്റും മണ്ണാങ്കട്ടയും ഒക്കെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ പാവപ്പെട്ട അച്ഛനമ്മമാർ അരി കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, രോഗം വന്നാൽ മരുന്ന് വാങ്ങാതെ കരുതി വെച്ച, ഉറുമ്പിനെ പോലെ കരുതി വെച്ച പണം കൊണ്ടുപോയി
ആറ്റിലൊഴുക്കുന്നു, തോട്ടിലൊഴുക്കുന്നു, കടലിൽ കുളിക്കുന്നു, മൈലാഞ്ചിയാക്കി കളയുന്നു, പോത്തീസിന്റെ പട്ടായി കളയുന്നു. പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അവിടെയാണ് മകളെ ഭയം പോകാതിരിക്കുക. മനസ്സിലായില്ലേ? ഭയത്തിന്റെ വഴികളാണ്. നിങ്ങൾ അലങ്കാര വസ്തുക്കളായി നിന്നു കൊടുത്താൽ നിങ്ങളിലേക്ക് അലങ്കാരങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് കഴുത്തു നോക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് ആടയാഭരണങ്ങൾ, പിന്നീട് വരുന്ന ആടയാഭരണങ്ങളാണ് അടി, ഇടി, തൊഴി, മണ്ണെണ്ണ സ്റ്റവ് പൊട്ടല്, ഗ്യാസ് പൊട്ടല്, ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കല്, മറ്റേത് അതൊക്കെ ആഭരണങ്ങളാണ്. ഇതിന്റെ പിന്നാലെ വരുന്നതാണ്. എന്തുകൊണ്ട്? ഇതാണ് ലോജിക്കൽ തോട്ട്. നിങ്ങൾ ഇതിന്റെ ആഡംബരാംശം മാത്രമേ കാണുന്നുള്ളൂ. ഒറ്റ ദിവസത്തേത്. എത്ര പേരാണ് ഈ ആൽബം തുറന്നു നോക്കുക? കല്യാണം കഴിഞ്ഞിട്ട് എത്ര പേര് ഈ വിവാഹത്തിന്റെ വീഡിയോ CD ഒക്കെ ഇട്ട് കാണാറുണ്ട്? 1-2 തവണ അല്ലേ? എന്താണ് ഒരു പാക്കേജ്? ഇപ്പോൾ ഒരു ഫോട്ടോ, മറ്റേ വീഡിയോ, സേവ് ദ ഡേറ്റ് എല്ലാം കൂടി എത്രയാ? 5 ലക്ഷം അല്ലേ? അങ്ങനെയൊക്കെ ലക്ഷങ്ങളാണ്, വലിയ പൈസയാണ്. ഇത് സമൂഹത്തിന്റെ ഒരു കോണിൽ ഇതുണ്ടായി. ബാക്കി എല്ലാവരുടെ മോള് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ മകളുടെയും കല്യാണം അങ്ങനെ വേണം, എനിക്കും കല്യാണം അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നേ എന്ന് പറഞ്ഞുള്ളൊരു ഓട്ടമാണ്. ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ എങ്ങനെ പറ്റുക? നിങ്ങൾ വിദ്യയെ ശരിയായി കാണുക, വിദ്യാഭ്യാസത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക. വ്യക്തികളുടെ ശാക്തീകരണത്തിനാണ് വിദ്യാഭ്യാസമെന്നും ആ ശാക്തീകരണത്തിലൂടെയാണ് നിങ്ങളെ തൊഴിലിലേക്ക് എത്തിക്കുന്നതെന്നും, അല്ലാതെ കേവലം തൊഴിലിനു വേണ്ടി മാത്രം വിദ്യ അഭ്യസിക്കുന്നവരാണ് തൊഴിലിടങ്ങളിൽ ഹരാസ്മെന്റ് അനുഭവിക്കുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഏതായാലും നല്ല ടോക്ക്, എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയാണ് അവർ പറയുന്നത്. മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ തീരുമാനമെടുക്കുക. ഇന്തോനേഷ്യയിൽ നിന്നും ഫൈസൽ വടവറും.